സോ ഗുഡ് ഈവനിങ് മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹോളിസ്റ്റിക് ഹെൽത്തിൻ്റെ ദിവസമാണിന്ന്. ഇന്ന് ഇളങ്കോ സാറിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ടോപ്പിക് സാറിനോട് പറഞ്ഞതനുസരിച്ച് അതിൻ്റെ മെയിൻ പോയിന്റ്സ് മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. ഹെൽപ്പ്, ബാക്കി ഞാനും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ സമഗ്ര ആരോഗ്യത്തിൻ്റെ തലത്തിൽ ചിന്തിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ചേർത്ത് വയ്ക്കാൻ പറ്റും. അപ്പം ഇളങ്കോ സാറിൽ നിന്ന് വളരെ ശ്രദ്ധയോടെ നമുക്ക് കേൾക്കാം. നമ്മൾ എല്ലാവരെയും സ്വാഗതം ചെയ്തു. അതോടൊപ്പം ഇളങ്കോ സാറിനെ. ഇളങ്കോ സാർ, യു ആർ വെൽക്കം. താങ്ക് യു സർ. താങ്ക്സ് എ ലോട്ട് ഫോർ ഗിവിംഗ് മീ an ഓപ്പർച്യൂണിറ്റി. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ ടോപ്പിക്ക് സാർ പറഞ്ഞ പോലെ കുറച്ച് വ്യത്യസ്തമായ ഒന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എൻ്റെ PPT ഒന്ന് ഞാൻ ഷെയർ ചെയ്യട്ടെ. താങ്ക് യു. ഓക്കെ സാർ, PPT കാണാവോ? കാണാം സാർ, കാണാം. ലാസ്റ്റ് സ്ലൈഡാ. ലാസ്റ്റ് സ്ലൈഡാണ് ഫസ്റ്റ് സ്ലൈഡാണ് സാർ? ഇപ്പൊ ലാസ്റ്റ് സ്ലൈഡാണ് കിടക്കുന്നത്. 21st. ഇപ്പൊ 1 ആണ്. യെസ്. ഓക്കെ. അപ്പൊ എൻ്റെ നെറ്റ് കുറച്ച് സ്ലോവർ ആണെന്ന് അർത്ഥം സാർ. ഓക്കെ, അപ്പൊ നെറ്റ് പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അറ്റനിക്കേസ് ഞാൻ ഇന്നത്തെ ഒരു ചെറിയ ഒരു വ്യത്യസ്തമായ ഒരു ഹെൽത്തിനെ കുറിച്ച് പഠിപ്പിക്കാം എന്ന് എനിക്ക് തോന്നി. റീസൺ ഈസ് one of my close relative has undergone a typical help. ആ ഹെൽപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അപ്പം അതിൻ്റെ ഞാൻ കുറച്ച് കൗതുകമായി കയറി എടുത്തു. എന്താ പറഞ്ഞാൽ ഹെൽപ്പിൽ എച്ച്, വാട്ട് ഈസ് എച്ച്? എച്ച് എന്ന് എഴുതിയാൽ എന്ത് തോന്നുന്നുണ്ട്? ഒന്നല്ലെങ്കിൽ എന്ന് റോയ് സാർ എപ്പോഴും സപ്പോർട്ട് ചെയ്യും. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ലെറ്റർ ആണ്. ഓക്കെ. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോകുന്ന നല്ലൊരു കാര്യമാണ് സർ. ഞാൻ ഇതിനകത്ത് നോട്ടീസ് ചെയ്തത് എച്ച് ഇസ് ദ 8th ലെറ്റർ ഓഫ് ദ ലാറ്റിൻ ആൽഫബറ്റ് ആണ്. നമ്മൾ ഇംഗ്ലീഷ് എന്നാണ് പറഞ്ഞുകൊണ്ട് പോകുന്നത്. ആക്ച്വലി എച്ച് ബിലോങ്സ് ടു ലാറ്റിൻ, യൂസ്ഡ് ഇൻ ദ മോഡേൺ ഇംഗ്ലീഷ് ആൽഫബറ്റ് ടു, ഇൻക്ലൂഡിങ് ദ ആൽഫബറ്റ്സ് ഓഫ് അതർ വെസ്റ്റേൺ യൂറോപ്യൻ ലാംഗ്വേജസ് ആൻഡ് അതർ വേൾഡ് വൈഡ്. അപ്പോൾ എച്ച് ഇംഗ്ലീഷ് ലെറ്റർ മാത്രമല്ല, എച്ച് തുടങ്ങിയത് ലാറ്റിനിൽ നിന്നാണ്. പക്ഷേ ഇംഗ്ലീഷ് ആൽഫബറ്റിലും കൂടെ ഉണ്ട്. അല്ലാതെ വെസ്റ്റേൺ യൂറോപ്യൻ ലാംഗ്വേജസിലെല്ലാം എച്ച് എന്ന് പറയുന്നതിന് ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നാണ്. അപ്പോൾ ഇതിനെ എച്ച് എന്ന് പറയും, അല്ലെങ്കിൽ ഹെച്ച് എന്ന് പറയും. അപ്പം എച്ച് ആണ് നോർമലി കുറച്ചുകൂടെ റൈറ്റ്, പ്ലൂറൽ എച്ചസ്. അപ്പം അതിൻ്റെ പ്രൊനൗൺസിയേഷനും ഫോണറ്റിക്സും പറഞ്ഞ് കാണിച്ചിരിക്കുകയാണ് എച്ച് എങ്ങനെ വരുമെന്ന്. അപ്പം അതിൻ്റെ ഞാൻ എച്ചിനെ കുറിച്ച് കുറച്ചുകൂടെ പിക്കപ്പ് ചെയ്തപ്പം ഈ എയ്റോപ്ലെയിനിലും നാഷണൽ ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ പറയുന്നത് എച്ച് ഫോർ ഒറ്റയിൽ നിന്നാണ്. അപ്പം എ ഫോർ ആൽഫ, ബി ഫോർ ബ്രേവോ, സി ഫോർ ചാർല, ഡി ഫോർ ഡെൽറ്റ, ഇ ഫോർ എക്കോ എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ ഈ എക്സ് ഫോർ ഫോക്സ്ട്രോട്ട്, ജി ഫോർ ഗോൾഫ്, അത് ഞാൻ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത്രയും എനിക്ക് ഈസി ആയിട്ട് മനസ്സിലായി. മോഴ്സ് കോഡിൽ ഡിഡ് എന്നാണ് എച്ചിനെ കുറിച്ച് പറഞ്ഞത്. അടുത്ത് എച്ചും ഇയും കൂടെ ചേർത്താൽ എന്ത് സംഭവിക്കും? അതിന് പറയുന്നത് ഹി ഈസ് എ തേർഡ് പേഴ്സൺ സിംഗുലർ പ്രൊനൗൺ. ഹി ഈസ് യൂസ്ഡ് ആസ് എ സബ്ജക്ട് ഓഫ് എ വേർബ്. വേർബിൻ്റെ സബ്ജക്റ്റാണ്. യു യൂസ് ഹി to refer to a man, boy, സബ്ജക്റ്റീവ്. ഹിം എന്ന് പറയുന്ന ഓബ്ജക്റ്റീവ് ഫോമാണ്, ആ ഓബ്ലിക് കേസ് ആണ്. കുറച്ച് അങ്ങോട്ട് വെറുതെ ടൈമിന് പോലെ അല്ലെങ്കിൽ ഓഫ് നോളജ് കൊടുക്കാം. ദെൻ ഹെൽപ്പിൽ എൽ വന്നിട്ടായിരിക്കും സംഭവം. എൻ്റെ ഇന്റർനെറ്റ് അൺസ്റ്റേബിൾ എന്നാണല്ലോ പറയുന്നത്. കേൾക്കാം സാറേ, കുഴപ്പമില്ല. വേണമെങ്കിൽ വീഡിയോ നമുക്കൊന്ന് ഓഫ് ചെയ്യാം. ഓക്കെ, കേട്ടാൽ ഓക്കെ. അല്ല സാർ, അങ്ങനെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എന്താ പറയുക, എൻ്റെ PPT ചിലപ്പോൾ ഫാസ്റ്റായിട്ട് ട്രാൻസ്ഫർ ആകത്തില്ലായിരിക്കാം. സംശയമുള്ള സാറിന്റെ വീഡിയോ ഓഫ് ചെയ്താൽ മതി. വീഡിയോ ഒന്ന് ഓഫ് ചെയ്താൽ മതി. ക്ലാരിറ്റി വന്നു. ഞാൻ ഓഫ് ചെയ്തോളാം. സാർ ഓഫ് ചെയ്തല്ലോ. ഓക്കെ. ഹെൽ എന്ന് പറയുന്നത് ഒരു ഗോഡസ് ആണ്. ഷീ ഈസ് എ റൂളർ ഓഫ് ദ അണ്ടർവേൾഡ്.
where those who did not die in battle are sent after death. She is depicted as having a dual nature, with one half of her body being beautiful and other half being ugly or decayed. ഇതാണ് ഈ HL എന്ന് പറയുന്നത്. കണ്ട് HELന് ഞാനൊരു കൗതുകം കൊണ്ട് ഇങ്ങനെ ചെയ്തതേ ഉള്ളു. പക്ഷെ കൗതുകം കൊണ്ട് ചെയ്തപ്പം എനിക്ക് ഹെല്ലിനെ കുറിച്ച് കുറച്ച് കൂടുതൽ മനസ്സിലായി. അറിയാൽ ഒരു ഗോഡസ് ആണ്. ആ ഗോഡസിന്റെ പകുതി പോർഷൻ എക്സ്ട്രാordinary ബ്യൂട്ടിഫുൾ ആണ്, പകുതി പോർഷൻ എക്സ്ട്രാordinary അഗ്ലിയാണ്. അങ്ങനത്തെ ഒരു അതിൽ ആരാണെന്ന് പറഞ്ഞാൽ ബാറ്റിൽ മരണപ്പെടാതെ വേറെ മരണങ്ങൾ കൊള്ളുന്ന ആൾക്കാരെ അയക്കുന്ന സ്ഥലമാണ്. ആ സ്ഥലത്തിന്റെ റൂളറാണ് ഹെൽ. ഓക്കെ, then let us hell, the underworld, a realm of the dead, described as a dark, cold place where those who have died of sickness or old age reside ആണ് പറയുന്നത്. അപ്പം ബാറ്റിലിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ബാറ്റിലുള്ള ആൾക്കാർ മാത്രമാണ് സ്വർഗത്തിൽ പോകുന്നത്, ബാക്കിയുള്ളവരെല്ലാം ഇങ്ങനോട്ട് മാറുകയാണ്. ദെൻ വാട്ട് ഈസ് ഹെൽപ്പ്? നമ്മൾ HE കണ്ട്, HE കണ്ട്, HEL കണ്ട്, HELP കാണുന്നുണ്ട്. വാട്ട് ഈസ് ഹെൽപ്പ്? ഇതെല്ലാവർക്കും ഈസിലി പറയാൻ പറ്റുന്ന ഒന്നാണ്. അതെന്ന് പറയുന്നത് the act or an instance of doing or supplying something to make it easier for another to complete a task, deal with a problem, etc. ഷോർട്ട്ലി പറഞ്ഞാൽ ഒരാളെ അസിസ്റ്റ് ചെയ്യുക, ഒരാളെ സപ്പോർട്ട് ചെയ്യുക, ഒരാളെ എയ്ഡ് ചെയ്യുക, ദാറ്റ് ഈസ് സോ കാൾഡ് ഹെൽപ്പ്. ഓക്കെ, ഇത്രയും കൂടെ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. Then type of help. Type of help, there are 3 type of help. One is physical, the another one is intellectual, the third is spiritual. These 3 are the main types of help as articulated by Swami Vivekanandana. ഈ ഫിസിക്കൽ, ഇൻ്റലക്ച്വൽ, സ്പിരിച്വൽ എന്ന് പറയുന്നത്. ഫിസിക്കൽ ഹെൽപ്പ് ഇൻവോൾവ്സ് പ്രൊവൈഡിങ് ബേസിക് നീഡ്സ് ലൈക്ക് ഫുഡ്, while intellectual help focuses on education and skill development. Spiritual help aims to provide guidance and support for one's spiritual growth and well-being. ഈ സ്പിരിച്വൽ പല ആൾക്കാരും റിലീജിയസോ അല്ലെങ്കിൽ സ്പിരിച്വലിനെ ഒരു റോങ് ആയിട്ട് എടുക്കുകയാണ്. സ്പിരിച്വൽ മീൻസ് ടോട്ടലി ഗെറ്റിംഗ് ടു വെൽബീയിങ് എന്ന ഒരു ലൈൻ മാത്രമാണ് പല സ്ഥലങ്ങളിലും ഞാൻ വായിച്ചപ്പോൾ സ്പിരിച്വലിൻ്റെ ഒക്കെ എല്ലാം അർത്ഥം കിട്ടിയത്. യു ആർ സ്പിരിച്വൽ, ഓക്കെ, ലെറ്റ് മീ പ്രേ ഫോർ യുവർ ഗുഡ് സ്പിരിറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നതെല്ലാം വെൽബീയിങ്ങിനെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ല വേറെ ഒന്നുമല്ല. ബട്ട് ഐ വാണ്ടഡ് ടു ടെൽ അബൌട്ട് മോർ വിജിലൻസ് ഓൺ ഹെൽപ്പ്. This help is HELLP. HELLP എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായ ഒരു ഹെൽത്തിനെ കണക്റ്റഡ് ഉള്ള ഒരു വേർഡാണ്. ഹെൽപ്പ് യു ക്യാൻ ചെക്ക് ഇൻ ഈവൻ ഇന്റർനെറ്റ് ഓർ യുവർ ഗൂഗിൾ, യു ക്യാൻ ചെക്ക് ഇറ്റ് അപ്പ്. ഹെൽപ്പ് is that very serious, potentially life-threatening pregnancy complication characterized by hemolysis, that means breakdown of red blood cells, and elevated liver enzymes and low platelet count. This is the extremity of the problem or disorder any pregnant lady will be having it. ഈ ഹെൽപ്പ് എന്ന് പറയുന്നത് ആൽമോസ്റ്റ് ഇറ്റ് carries the life of the pregnant woman in case if she is not supported rightly. Even if it's supported rightly, പല സമയങ്ങളിൽ മെഡിക്കൽ പ്രൊഫഷനിൽ തിരിച്ചു പിടിക്കാൻ പറ്റില്ലാത്ത ഒരു അവസരമാണ് ഈ ഹെൽപ്പ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ സിൻഡ്രോമാണ് HELLP സിൻഡ്രോം, ഹെൽപ്പ് സിൻഡ്രോം. ഈ സിൻഡ്രോമിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഹെൽപ്പിൽ ഫസ്റ്റ് തിങ് ഈസ് ഹീമോലിസിസ്, മീൻസ് ബ്രേക്ക് ഡൗൺ ഓഫ് റെഡ് ബ്ലഡ് സെൽസ്. What is hemolysis? Red blood cells are broken down faster than they can be produced, leading to low red blood cells counts, and it leads to potential anemia. ഇതാണ് ഹീമോലിസിസിന്റെ വാക്ക്. അടുത്ത് elevated liver enzyme. Liver enzymes are chemicals, അത്രയേ ഉള്ളൂ, that leak into the bloodstream when liver cells are damaged, indicating liver dysfunction. അപ്പോൾ ലിവറിൻ്റെ
കെമിക്കൽസ് ലിവറിനകത്ത് നിൽക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എൻസൈംസ് പ്രൊഡ്യൂസ് ആവും. ബട്ട് ആ സെയിം കെമിക്കൽസ് ലിവർ ഡാമേജ് ആകുമ്പോൾ അത് ലീക്കായി ബ്ലഡ് സ്ട്രീമിനകത്ത് അല്ലെങ്കിൽ ബ്ലഡ് സെൽസിനകത്ത് കയറി എല്ലാ അവയവങ്ങളിലും ചെല്ലുന്നതാണ് എലിവേറ്റഡ് ലിവർ എൻസൈംസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ലോ പ്ലേറ്റ്ലെറ്റ് കൗണ്ട്. പ്ലേറ്റ്ലെറ്റ് ഹെൽപ്പ് വിത്ത് ബ്ലഡ് ക്ലോട്ടിങ്. പ്ലേറ്റ്ലെറ്റിന്റെ പണി എന്താന്ന് പറഞ്ഞാൽ ബ്ലഡ് ക്ലോട്ടിങ് ഉണ്ടാക്കാനുള്ള സാധനമാണ്. അതിൻ്റെ കൗണ്ട് ലോ ആയി പോയാൽ എ ലോ കൗണ്ട് ഇൻക്രീസ് റിസ്ക് ഓഫ് ബ്ലീഡിങ്. ഓക്കെ, നോർമൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്ന് പറയുന്നത് എ നോർമൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ആൾസോ ആസ് എ നോർമൽ ത്രോംബോസൈറ്റ് കൗണ്ട് മീൻസ് ത്രോംബോസൈറ്റ് എന്നാണ് പറയുന്നത്. ത്രോംബസിസ് എന്ന് പറയുന്നത് നമ്മൾ നോർമലി നമ്മുടെ വെയിനിൽ വരുന്ന ഒരു ക്ലോട്ടിങ്ങിനാണ് ത്രോംബസിസ് എന്ന് പറയുന്നത്. അപ്പം ആ ക്ലോട്ടിങ് വരുന്ന ലെവലിന് എപ്പോൾ വരാം എപ്പോൾ വരാൻ ഒക്കില്ല എന്ന് പറയുന്നത്. നോർമലി പ്ലേറ്റ്ലെറ്റ് ഒരു 1.5 ലക്ഷം ടു 4 ലക്ഷം വരെയാണ് സ്ത്രീകൾക്കും 4.5 ലക്ഷം ആണുങ്ങൾക്കുമാണ് ഉള്ളത്. 4.5 lakhs platelet counts per microliter of blood for men, 1.5 to 4 lakhs platelet per microliter of blood for ladies. This range is generally accepted by adults, although slight variation may exist between labs and individuals. ഇതാണ്. അപ്പോൾ പ്ലേറ്റ്ലെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പ്ലേറ്റ്ലെറ്റ് ലോ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് പറഞ്ഞു. പ്ലേറ്റ്ലെറ്റ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് പറഞ്ഞു. ബട്ട് വാട്ട് ഈസ് ആക്ച്വലി പ്ലേറ്റ്ലെറ്റ്? പ്ലേറ്റ്ലെറ്റ് ഈസ് ആൾസോ നോൺ ആസ് ത്രോംബോസൈറ്റ്സ്. ദേ ആർ ടൈനി ഡിസ്ക് ഷേപ്ഡ് സെൽഫ് ഫ്രാഗ്മെന്റ്. ഞാൻ സൈഡിൽ പടം കാണിച്ചിരിക്കുകയാണ്. Found in the blood that play a crucial role in blood clotting and preventing bleeding. ഇതാണ് ഒന്ന് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്നു, വേറൊന്ന് ബ്ലീഡിങ്ങിന് പ്രിവെന്റ് ചെയ്യുന്നു. സോ നമുക്ക് നമ്മുടെ രക്തം ഒരു സ്ഥലത്ത് കട്ടാവുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ പ്ലേറ്റ് നമ്പേഴ്സ് കുറവെന്നാണ് ബൈ ആൻഡ് ലാർജ് അല്ലെങ്കിൽ എടുക്കാൻ പറ്റുന്നത്. അതർവൈസ് if it is not clotting also, ഇത് രണ്ടും ഒന്ന് കോംപ്ലിമെന്ററി ആണ്. The platelets are produced in the bone marrow and circulate in the blood, ready to respond to injury or damage to blood vessels. ഇതാണ് പ്ലേറ്റ്ലെറ്റിന്റെ ഒരു പണി. Then let me come to symptoms of HELP. ഹെൽപ്പ് വരുന്നതിന് മുമ്പ് ഞാൻ 2 വാക്കുകൂടെ പറഞ്ഞു തരാം. ഒന്ന് പ്രീ എക്ലാംസിയ, PREECLAMPSIA, പ്രീ എക്ലാംസിയ. പ്രീ എക്ലാംസിയ എന്ന് പറയുന്നത് 20th വീക്ക് ഓഫ് പ്രഗ്നൻസിയിൽ തുടങ്ങുന്ന ഒന്നാണ്. അപ്പം പ്രീ എക്ലാംസിയ എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം. പ്രീ എക്ലാംസിയ എന്ന് പറഞ്ഞാൽ നോർമലി BP കൂടുതലായിരിക്കും, പ്രോട്ടീൻ ഇൻ യൂറിൻ്റെ പ്രോട്ടീൻ വെരി ഹെവിയർ ആയിരിക്കും. അതുകൊണ്ട് കിഡ്നി ഡാമേജ് ആകാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ മെഡിക്കൽ ടേമാണ് അവർ പറയുന്ന പ്രോട്ടീനൂരിയ എന്ന്. പ്രോട്ടീൻ യൂരിയ എന്ന്. അപ്പോൾ പ്രോട്ടീനൂരിയ ഈ 20 ആഴ്ചകൾ അല്ലെങ്കിൽ 5 മാസം കഴിയുമ്പോൾ തുടങ്ങുന്ന ഒരു പ്രശ്നമാകാം. അപ്പം ഈ പ്രീ എക്ലാംസിയ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ they say that it may reach to fatality may be the final output. അപ്പം ഫെറ്റാലിറ്റി ഫോർ മദർ as well as ചൈൽഡ് ആകാനാണ് ചാൻസ്. ഇതിനെ ഇങ്ങനെ പ്രീ എക്ലാംസിയ എന്ന് കണ്ടെത്തിയാൽ irrespective of the week of the pregnancy, the fetus or the kid or the child has to be taken out of mother's womb എന്നാണ് ഞാൻ വായിച്ചത് സ്ഥലങ്ങളെല്ലാം കണ്ടത്. ഓക്കെ, അറ്റ് ടൈംസ് ഇത് കൂടുതലും പ്രീ എക്ലാംസിയ പ്രഗ്നൻസി പീരീഡിലാണ് വരുന്നത്. അറ്റ് ടൈംസ് പോസ്റ്റ് പാർട്ടം പ്രീ എക്ലാംസിയയും സംഭവിക്കാം. ബട്ട് അത് കുറവാണെന്നാണ്, ചാൻസ് കുറവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പ്രീ എക്ലാംസിയയുടെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഹൈ BP, പ്രോട്ടീൻ യൂരിയ, നോർമലി ഡിറ്റക്റ്റഡ് ഇൻ റൂട്ടീൻ പ്രീനാറ്റൽ വിസിറ്റ് ഇൻ ഹോസ്പിറ്റൽ. അപ്പം ഹോസ്പിറ്റലിൽ
അതുകൊണ്ടാണ് 4 മാസം കഴിയുമ്പോൾ എല്ലാ മാസവും ഒരിക്കൽ പെർഡിലിസിനെ ഹോസ്പിറ്റലിൽ കൊണ്ടെത്തി സ്കാനിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുമ്പോൾ അതിൽ എല്ലാ ഗൈനക് ഡോക്ടറും മാൻഡറ്ററിലി ചെക്ക് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത് എന്ന് പറഞ്ഞാൽ മേ ബി 10 or 12 or 15 somebody or maybe somebody reading on recorded condition. ബട്ട് ജനങ്ങളുടെ ബോധം കുറവാണ്. അതുകൊണ്ട് എൻ്റെ ഒരു റിലേറ്റീവ് she got affected, not only means preeclampsia, then further she got eclampsia, then she got developed to HELLP. ഇതിനെ 8 or 7 months 9 some days hospital കൊണ്ടു ചെന്ന് then they rescued the kid, but mother they said 50-50. 29th മെയ് രാവിലെ 11 മണിക്ക് സംഭവിച്ചാണ് ആ കൊച്ച് 29th ഏപ്രിൽ കയറിയതാണ്. 22nd മെയ്യിൽ she had been shifted to normal ICU and she's been said that she may take another 1 year to talk, 1.5 years to talk. ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ മീൻസ് ഒരു ആൽമോസ്റ്റ് അവർ ബ്രീത്തിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ ഇപ്പോഴും. വേറെ ഇന്ന് 29 ഓക്കെ എക്സാക്ട്ലി 1 month ആയി, എക്സാക്ട്ലി 30 days കഴിഞ്ഞു. ഇന്നും ഹോസ്പിറ്റലിൽ ICUയിലാണ്. മൂക്കിൽ കൂടെയാണ് ഫുഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദെൻ യു ക്യാൻ ഇമാജിൻ ഇറ്റ്. ഹർ സ്കൽ വാസ് ഓപ്പൺഡ് ആൻഡ് ക്ലീൻഡ് ബിക്കോസ് ഓഫ് ദ ചീസേഴ്സ് ഷീ ഗോട്ട് ഇറ്റ്. അത്രയ്ക്കൊക്കെ ഒരു സിവിയർ ലെവലിൽ പോയി, ഒരു വല്ലാത്ത കണ്ടീഷനായി. that has occurred because non awareness of this particular condition. ഇത് മനസ്സിലാകാത്തത് കൊണ്ട്. ബട്ട് ഓൾസോ അവരുടെ ഫാമിലിയിൽ 3 ഡോക്ടേഴ്സ് ഉണ്ട്, അവർ പോലും മനസ്സിലാക്കാത്ത ഒരു കണ്ടീഷനാണ് ഇത്. ഈവൻ ഗൈനക് ഡോക്ടേഴ്സ് പല സമയങ്ങളിൽ അവർക്ക് പ്രീഎക്ലാംസിയ മനസ്സിലായാലും അവർ അതിനെ കൂടുതൽ നമ്മളത്തൊക്കെ കാണിക്കാതെ BP കൂടും. നമ്മളെല്ലാവരും പറയുന്ന ഒരു ലൈനാണ് ഡ്യൂറിങ് പ്രഗ്നൻസി BP കൂടുമെന്ന്. പക്ഷെ ആ BP കൂടുന്നത് നമ്മൾ we are supposed to monitor rightly whether it is reaching to pre-eclampsia or not. അല്ലെങ്കിൽ സിമ്പിൾ ഹൈപ്പർ ടെൻഷൻ്റെ മെഡിസിൻ കൊടുക്കുമ്പോൾ അവർ താന്ന് വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. വരുന്നില്ലെങ്കിൽ we have to immediately control by taking second opinion or taking measures to control pre-eclampsia. അങ്ങനെ വരുമ്പോൾ ഈ അടുത്ത സ്റ്റേജ് ഓഫ് എക്ലാംസിയയിലോട്ട് പോകത്തില്ല. അപ്പം ഇത് മാത്രമല്ല, എക്സസ് പ്രോട്ടീൻ ആയിരിക്കും. ഡിക്രീസ് ലെവൽ ഓഫ് പ്ലേറ്റ്ലെറ്റ് ഇൻ ബ്ലഡ്, ത്രോംബോസൈറ്റോപീനിയ എന്നാണ് അതിനെ പറയുന്നത്. ത്രോംബോസൈറ്റോപീനിയ വാക്ക് അവർ പറയുന്നത്. ഡിക്രീസ് ലെവൽ ഓഫ് പ്ലേറ്റ്ലെറ്റിലോട്ട് എത്തും. ലിവർ എൻസൈംസ് ഒരുപാട് കൂടും. സിവിയർ ഹെഡേക്ക് ആയിരിക്കും. അവരുടെ വിഷൻ ബ്ലറാകാൻ തുടങ്ങും. ടെമ്പററി ലോസ് ഓഫ് വിഷൻ ആകാം, ആർ ചേഞ്ച് ഓഫ് വിഷൻ ആകാം. ദെൻ ഷോർട്ട്നെസ് ഓഫ് ബ്രത്ത് വരും. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നത്? ലങ്സിൽ ഫ്ലൂയിഡ് കയറുന്നത് കൊണ്ടാണ് ഇവരുടെ ബ്രത്തിൻ്റെ പ്രോബ്ലം വരുന്നത്. ബ്രീത്തിങ് ടോട്ടലി ഔട്ട് ഓഫ് കൺട്രോൾ ആകും. ഇതിൻ്റെ എല്ലാം ഉപരി നമുക്ക് ഈസിലി മനസ്സിലാക്കാൻ പറ്റുന്ന 2 റീസൺ ഉണ്ട്. ഒന്ന്, പെയിൻ ഇൻ അപ്പർ ബെല്ലി, യൂഷ്വലി അണ്ടർ ദ റിബ്സ് ആൻഡ് മെയിൻലി അണ്ടർ റൈറ്റ് ഹാൻഡ് സൈഡ് അപ്പർ ബെല്ലി underneath the ribs ആണെങ്കിൽ we can take if the condition is reaching to pre-eclampsia എന്ന് എടുക്കാമെന്നാണ് പറയുന്നത്. ഇത് അല്ലാതെ അഡീഷണൽ ആയിട്ട് നമുക്ക് ഈസിലി നോട്ടീസബിൾ ഒന്ന് നോസിയ ആർ വോമിറ്റിംഗ്. ഇതും കൂടെ. ഇതല്ലാതെ ഒരു തേർഡ്, ഇത് 50-50 ചാൻസസ് ആണ് പറയുന്നത്. നോർമലി ഡ്യൂറിങ് പ്രഗ്നൻസി എനി ലേഡി വിൽ ഹാവ് ബോഡി വെയ്റ്റ് ഗെയിൻഡ്. അപ്പോൾ ബോഡി വെയ്റ്റ് ഗെയിൻ ആകും. ബട്ട് അബ്രപ്റ്റ്ലി ആർക്കെങ്കിലും ബോഡി വെയ്റ്റ് ഗെയിൻ BPയും കൂടി പോകുന്നു ആണെങ്കിൽ വി ഹാവ് ടു സ്റ്റാർട്ട് മോണിറ്റർ ഫോർ പ്രീ-എക്ലാംസിയ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത്
വോമിറ്റിംഗ് എന്നാണ് പറയുന്നത്. നാസിയ ആൻഡ് വോമിറ്റിങ്ങിന് വ്യത്യാസം ആരെങ്കിലും പറഞ്ഞു തരാൻ പറ്റുമോ പ്ലീസ്? ഇല്ലെങ്കിൽ ഞാൻ തന്നെ പറയാം. അറിയാൽ ഇതൊരു ടോട്ടലി ഒരു ഹെൽത്ത്. സാർ ഹെൽപ്പിയുടെ അടുത്തല്ലേ? ഇത് എന്റെയാണോ സാർ? യെസ്. ഓക്കെ ഞാൻ തന്നെ മാറ്റിപ്പോയി അല്ലേ? ഓക്കെ, ഇതിനകത്ത് നാസിയ എന്ന് പറയുന്നത് ഇന്റൻഷൻ ടു വോമിറ്റ് ആണ്. വോമിറ്റിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി ആക്ട് ഓഫ് വോമിറ്റിംഗ് ആണ്. ഒന്നില് ആക്ഷൻ കാണത്തില്ല, ബട്ട് ദ ഇന്റൻഷൻ, അല്ലെങ്കിൽ ഒരു വല്ലാത്ത രീതിയിൽ ഞാൻ ഇപ്പം ഛർദ്ദിക്കും എന്ന് തോന്നിക്കൊണ്ടേയിരിക്കുന്നത്, അല്ലെങ്കിൽ ഛർദ്ദിക്കാനുള്ള ഒരു ഫുൾ ടെൻഡൻസി വന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ നാസിയ എന്ന് പറയുന്നത്. വോമിറ്റിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി ദ ആക്ട് ഓഫ് വോമിറ്റിംഗ് ആണ്. അപ്പോൾ ഇതാണ് രണ്ടിനുള്ള വ്യത്യാസം. ദെൻ ഞാൻ ഓക്കെ ഹെൽപ്പിനെ കുറിച്ച് അയക്കുവാണെങ്കിൽ രണ്ടിനും കൂടെ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജ് പറഞ്ഞാൽ എക്ലാംസിയ എന്നൊരു സ്റ്റേറ്റ് വരും. എക്ലാംസിയ എന്താന്ന് പറഞ്ഞാൽ ഇത്രയും കണ്ടീഷൻ പ്രീ എക്ലാംസിയ പ്രിവെയിൽ ചെയ്യുവാണെങ്കിൽ ദാറ്റ് വിൽ ലീഡ് ടു സീഷറിലോട്ട് ചെല്ലുവാണെങ്കിൽ ദാറ്റ് മേ സ്വിച്ച് ഓവർ ടു എക്ലാംസിയ. അതിന് എക്ലാംസിയ എന്ന് പറഞ്ഞാൽ സീഷർ ആർ കൺവൽഷൻ. ECT കേട്ടിട്ടുണ്ടോ സാർ? ECT, ഇലക്ട്രോ കൺവൽസീവ് തെറാപ്പി. അപ്പോൾ ആ കൺവൽഷൻ ആണ്, മീൻസ് നമ്മൾ ഇലക്ട്രിക് ഷോക്ക് കൊടുത്ത് ഒരു ആർട്ടിഫിഷ്യൽ സീഷർ ഇൻ ബ്രെയിൻ ചെയ്യുന്നതാണ് ECT എന്ന് പറയുന്നത്. ഈ ബൈ ഡിഫാൾട്ട് ഇങ്ങനെ ഒരു സീഷർ വരുന്നതാണ്. അവർ പ്രത്യേകിച്ച് ഡ്യൂറിങ് പ്രഗ്നൻസി ഈ സീഷർ വന്നാൽ ദാറ്റ് വിൽ ബി കൺസിഡേഴ്സ് എക്ലാംസിയ. ഇത് നോർമലി 20 ആഴ്ച പ്രഗ്നൻസി കഴിയുമ്പോഴാണ് ഈ പ്രോബ്ലം പ്രീ എക്ലാംസിയ വരുന്നത്. പ്രീ എക്ലാംസിയയിലിരുന്ന് ടോട്ടലി പ്രീ എക്ലാംസിയ വന്നതിലിരുന്ന് മാക്സിമം 3% മാത്രമേ എക്ലാംസിയയിലോട്ട് ചാടത്തുള്ളൂ. എക്ലാംസിയയിലിരുന്ന് 1% മാത്രമേ ഫർദർ. ഒറ്റ മിനിറ്റ് സാർ, ഞാൻ ഒരു 5 മിനിറ്റിലോട്ട് ഒരു ക്ലാസ്സിലാണ്. ഓക്കെ സാർ, അപ്പോൾ ഇതാണ് ഈ സീഷർ വരുമ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡീനെ ഷേക്ക് ചെയ്യും, എക്സ്ട്രാഡിനറി കൺഫ്യൂഷൻ വരും. ആ പർട്ടിക്കുലർ ലേഡീന് ഡിസ്ഓറിയൻറ്റേഷൻ ആയിട്ട് മാറും. പിന്നെ അബ്നോർമൽ ബ്രെയിൻ ആക്ടിവിറ്റി വരും. ഇത്രയും വന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി കൺസിഡേർഡ് ആസ് എക്ലാംസിയ. അപ്പം ഈ എക്ലാംസിയ ഉണ്ടെങ്കിൽ അടുത്ത് അഗെയിൻ ഫർദർ യു ഹാവ് എ ചാൻസ് ടു സേവ് ദ ലേഡി ഹൂ ഇസ് ഇൻ പ്രഗ്നൻസി. ഓക്കെ, ഈ കാര്യങ്ങൾ വരുന്നത് നോർമലി പ്രഗ്നൻസി വിത്ത് മൾട്ടിപ്പിൾ, അറിയാൽ ഇരട്ടകളോ 3 അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാർക്കൊക്കെ പ്രീ എക്ലാംസിയ വരാമെന്നാണ് പറയുന്നത്. പക്ഷേ ഈ കേസിൽ ഷീ ഡെലിവേർഡ് ആർ ഷീ വാസ് ഡിസെക്റ്റഡ് and found out only one healthy baby boy was there, and he is healthier, no doubt at all. Okay, then അടുത്ത കോസ് എന്ന് പറഞ്ഞാൽ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ ഉണ്ടെങ്കിലും ഇങ്ങനത്തെ വരാം. അല്ലെങ്കിൽ പൂവർ ഡയറ്റ് ആർ ഒബീസിറ്റി. എന്ന് പറയുന്നത് സിമ്പിൾ ഒബീസിറ്റി അല്ല അവർ പറയുന്നത്. BMI 30 മുകളിൽ ഉള്ള ആൾക്കാർക്ക് പ്രഗ്നൻസി വരുവാണെങ്കിൽ there is a chance or probability are more than diabetes, hypertension, kidney disease, or if the pregnant lady is lesser than 17 or the pregnant lady is above 35, again there is a chance of preeclampsia. Or ഫസ്റ്റ് പ്രഗ്നൻസിന് കൂടുതൽ ചാൻസസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓർ ഫാമിലി ഹിസ്റ്ററി ഓഫ് പ്രീ എക്ലാംസിയ, മീൻസ് അവരുടെ അമ്മയോ അമ്മമ്മയോ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഉണ്ടെങ്കിലും ഈ പ്രീ എക്ലാംസിയ ആർ എക്ലാംസിയ വരുന്നു. ദെൻ ലെറ്റ് us come to the final stage of HELLP. HELP syndrome can cause a range of symptoms including abdominal pain, especially in the right upper quadrant. അതാണ് ഈ അപ്പർ സൈഡ് ഓഫ് ദ ബെല്ലി ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡ് അണ്ടർ ദ റിബ് എന്ന് വേറൊരു സ്ഥലത്ത് വായിച്ചത് ഞാൻ. പിന്നെ നാസിയ, വോമിറ്റിംഗ്, ഹെഡേക്ക്, ഫാറ്റിക് ആൻഡ് സംടൈംസ് വിഷ്വൽ ചേഞ്ചസ്
വിഷ്വൽ ചേഞ്ചസ് എന്ന് പറയുന്നതാണ് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു, ബ്ലർ ആകാം, അല്ലെങ്കിൽ ഓറിയന്റേഷൻ മാറാം, കറക്റ്റായിട്ട് റെഫറൻസ് കിട്ടാതിരിക്കാം. ഓർ ഷീസസ്, if left untreated, it can lead to serious complications for both mother and baby, including placental abruptions, kidney failure, and even the last word, death, according to Physiopedia and Osmosis. അപ്പം ഇങ്ങനത്തെ ഒരു വല്ലാത്ത ഒരു കണ്ടീഷനെ ഐ തോട്ട് ഇറ്റ് ഷുഡ് റീച്ച് ടു ദ പബ്ലിക് ആർ സൊസൈറ്റി ബൈ വിച്ച് പീപ്പിൾ ആർ അവെയർ ദാറ്റ് ഇൻ കേസ് ഈവൻ ആർക്കെങ്കിലും, നമുക്ക് നമ്മുടെ വീട്ടിലല്ല, അയൽവാസിക്കോ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ആർക്കെങ്കിലും ചെറിയതായിട്ട് ഇങ്ങനൊക്കെ പ്രോബ്ലം വരുവാണെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി അലർട്ട് ചെയ്ത്, ബിക്കോസ് in Trivandrum I could notice that no gynec doctor is ready to leave or relieve or let the pregnant lady go. അങ്ങനെ പോയി കഴിഞ്ഞാൽ എല്ലാവരും പറയും ഞാൻ മോശമാണെന്ന്, പിന്നെ വേറെ പേഷ്യൻ്റ് കിട്ടത്തില്ല എന്ന് പറഞ്ഞ് എത്ര മോശമായാലും അവർ തന്നെ ട്രീറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നതായിട്ടാണ് ഈ കേസുകളിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ചെറിയ തോതിൽ പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചത്. HELLP is hemolysis, elevated liver enzyme, low platelet എന്ന് പറയുന്ന ഒരു അസുഖത്തിൻ്റെ അക്രോണിമായിട്ടാണ് HELLP പറയുന്നത്. ഇതൊരു സിൻഡ്രോമാണ്. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ചെക്ക് ചെയ്യാം. അതിന് ഡയഗ്നോസിസ് എങ്ങനെ ചെയ്യണം, സൈൻസ് ആൻഡ് സിംറ്റംസ്, നോസിയ, വോമിറ്റിംഗ്, ഹൈപ്പർ ടെൻഷൻ, പ്രോട്ടീനൂരിയ, റൈറ്റ് അപ്പർ ക്വാഡ്രന്റിൻ്റെ പ്രോബ്ലം, ദെൻ എപ്പിഗാസ്ട്രിക് പെയിൻ, ഓക്കെ, സിംറ്റംസ് ഓഫ് HLB സിൻഡ്രോം ഒന്നുകൂടെ നോക്കുമ്പോൾ സെയിം, ഷോർട്ട്നെസ് ഓഫ് breathing and gasping, swelling especially on hands or face, changes in vision, bleeding, pain when breathing, headache that won't stop. ഇങ്ങനെ കുറേ കാര്യങ്ങൾ എക്സ്ട്രാ ഉണ്ട്. ദെൻ ഈ ഹെൽപ്പ് എന്ന് പറയുന്നത് എവിടെയൊക്കെ വരുന്നത്, പ്രീവിയസ് പ്രഗ്നൻസി വിത്ത് ഹെൽപ്പ് സിൻഡ്രോം ഉണ്ടായിരുന്നെങ്കിൽ വരും, ഹൈ BP ഉണ്ടായിരുന്നെങ്കിൽ വരും, ഈ കോസേഷൻ എത്തിനിറ്റി ഇതെന്ന് പറയുന്നാൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു തരാൻ പറ്റുമോ? ദെൻ മൾട്ടിപാരോസ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾസ് ആണ്, മീൻസ് ഇരട്ടകളോ അതിന് മുകളിലോ വരുന്നതാണ് മൾട്ടിപാരോസ്. ദെൻ യങ് പ്രഗ്നൻസി എന്ന് പറയുന്നത് അവർ ഫസ്റ്റ് പ്രഗ്നൻസി അല്ലെങ്കിൽ 17 വയസ്സിന് താഴെയുള്ള പ്രഗ്നൻസിയാണ്. ബട്ട് ലാസ്റ്റ്ലി ഇവിടെ ഒരു കോസേഷ്യൻ എത്നിസിറ്റി എന്ന് ഒരു ലൈൻ കൂടെ അവർ തന്നിട്ടുള്ളത്. ഇതാരെങ്കിലും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ തന്നെ പറയണോ? സാർ പറയൂ. ശരി, കോസേഷ്യൻ എത്നിസിറ്റി എന്ന് പറയുന്നത്, ഈ കോസേഷ്യൻ എന്ന് പറയുന്നത് ബ്ലാക്ക് സീനും കാസ്പിയൻ സീനും ഇടയ്ക്കുള്ള ആൾക്കാർ, മീൻസ് ഹാബിറ്റാറ്റ്സിനാണ് ഈ കോസേഷ്യൻ എന്ന് പറയുന്നത്. അവർക്കെല്ലാം അവിടുത്തെ ഉള്ള ജനങ്ങൾക്ക് ഈ പ്രീ ക്ലാസിഫൈഡ് HELLP കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ ഇന്ത്യൻ അങ്ങനെ ഒന്നും അവർ ഡിക്ലെയർ ചെയ്തിട്ടില്ല. അവിടെ കൂടുതൽ ഡെമോൺസ്ട്രേറ്റഡ് ടു ബി മോർ വിത്ത് ദീസ് ടൈപ്പ് ഓഫ് കോസേഷ്യൻസ്. ഓക്കെ, അടുത്ത ഇതിൽ നോക്കുവാണെങ്കിൽ അമംഗ് പ്രഗ്നന്റ് വുമൻസ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് 5 to 8% ഡെവലപ്പ് പ്രീ എക്ലാംസിയ. അതിൽ ഈ 8%-ന് 15% ഹെൽപ്പ് സിൻഡ്രോം വരുന്നുണ്ട് അമേരിക്കയിൽ, ഇവിടെ അല്ല. നമ്മുടെ ഇതിൽ ലിസ്റ്റിൽ പറയുന്നത് ടോട്ടലി ഉള്ളതിൽ 3% ആണ് പ്രീ എക്ലാംസിയയിലോട്ട് എത്തുന്നുണ്ട്. ആ 3%-ൽ 15% ആണ് HELLP മീൻസ് ഹെൽപ്പ് സിൻഡ്രോമിലോട്ട് ചാടുന്നത്. ദിസ് മീൻസ് അപ്രോക്സിമേറ്റ്ലി 45,000 women per year will develop ഹെൽപ്പ് സിൻഡ്രോം ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഇത് US-നെ കുറിച്ച് സംസാരിക്കുന്നതാണ്. നമ്മളെപ്പോഴും ഡാറ്റ എടുക്കുകയാണെങ്കിൽ US-ൻ്റെ ഡാറ്റ മാത്രമേ കിട്ടാറുള്ളൂ. ഇന്ത്യൻ ഡാറ്റ യു ഗെറ്റ് വെരി റയർലി ബിക്കോസ് വി ഡോണ്ട് publish it or we don't more disclose it. We run with always closed documents. There is some difference in opinion among experts to what lab values should be to diagnose HELLP syndrome. So these estimates are approximate. ഇതാണ് ഇത് മുകളിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം അപ്രോക്സിമേറ്റ് എന്നാണ് പറയുന്നത്. ട്രീറ്റ്മെന്റ് ഓഫ് HELLP syndrome എന്ന് പറഞ്ഞാൽ definitive treatment for women with HELLP syndrome is the delivery of their baby and the placenta.
അതിനാൽ ഈ കുടം പോലെ ഇരിക്കുന്ന ആ ഒരു ലെയറിനാണ് നമ്മൾ പ്ലാസൻറ്റ എന്ന് പറയുന്നത്. അതിനും ബേബീനും ഇമ്മീഡിയറ്റ്ലി പുറത്തെടുക്കണം. ഡ്യൂറിങ് ദ പ്രഗ്നൻസി many women suffering from HELLP syndrome require a transfusion of some form of blood products. Red cells ആകാം, platelet ആകാം, plasma ആകാം. Then corticosteroid can be used to improve fetal lung development in very preterm pregnancy. എന്നിട്ട് മീൻസ് ലങ്സിന് ഒരു ഡാമേജ് വരാൻ ചാൻസ് ഉണ്ടെന്നാണ് ഇവിടെ എല്ലാം പറഞ്ഞിരിക്കുന്നത്. അപ്പം ഫീറ്റൽ മീൻസ് ഫേറ്റസിൻ്റെ ലങ് ഡെവലപ്പ് ചെയ്യാനും കൂടെ നമ്മൾ സഹായിക്കാൻ ഈ കോർട്ടിക്കോസ്റ്ററോയിഡ് എന്ന് പറയുന്ന എൻസൈം അല്ലെങ്കിൽ ഒരു ലിക്വിഡ് കൊടുക്കാം എന്നാണ് പറയുന്നത്. Some care providers have reported beneficial maternal effects to slow decrease disease progression, lessen negative impacts on the liver and central nervous system, and shorten hospitalization. ഇതാണ് ആക്ച്വലി നമ്മൾ റൈറ്റ് സമയത്ത് കണ്ടെത്തുവാണെങ്കിൽ കൊച്ചിനും തള്ളയും അല്ലെങ്കിൽ മദർ ആൻഡ് ബേബീനെ നമ്മൾ റെസ്ക്യൂ ചെയ്യാൻ പറ്റും. ഈ ഡിസീസിൻ്റെ പ്രോഗ്രഷനെ നമ്മൾ വളരെ സ്ലോ ആക്കാൻ പറ്റും. ഇതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്ട്സിനെ വളരെ വീര്യമില്ലാത്ത ലെവലിലോട്ട് കൊണ്ടുചെല്ലാൻ പറ്റും. അത് പ്രത്യേകിച്ച് നെർവസ് സിസ്റ്റത്തിനാണ്. മീൻസ് ലോ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി കിഡ്നിയും ലിവറും പ്രോബ്ലം ആക്കുമെന്ന് പറയുന്നത്. അപ്പം നെർവസ് സിസ്റ്റമും ബൈ ആൻഡ് ലാർജ് കിഡ്നി പോകുമ്പോൾ നെർവസ് സിസ്റ്റമും ഡൗൺ ആകും. അത് വരാതിരിക്കാനും ഹോസ്പിറ്റലൈസേഷൻ ഷോർട്ടൺ ചെയ്യാനും കറക്റ്റ് സമയത്ത് കണ്ടെത്തുവാണെങ്കിൽ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. ദെൻ ഹൗ ടു പ്രിവെൻറ്റ് ഹെൽപ്പ്. Unfortunately, there is currently no way to prevent this illness. The best thing to do is get yourself in a good physical shape before getting pregnancy. Have regular prenatal visits during pregnancy. Inform your care provider, means doctor, about previous high-risk pregnancies, family history of HELLP syndrome, preeclampsia, and other hypertension disorders in case. ഇത് 100% നമ്മൾ വോളണ്ടറി ആയിട്ട് ട്രീറ്റിംഗ് ഡോക്ടറെ അടുത്ത്, ഗൈനക് ഡോക്ടറെ അടുത്ത് നമ്മൾ പറയണം, എൻ്റെ ഫാമിലിയിൽ ഇങ്ങനെ ഒരു പ്രീ എക്ലാംസിയ പ്രോബ്ലം ഉണ്ടായിരുന്നു, എൻ്റെ ഫാമിലിയിൽ ഹെൽപ്പ് സിൻഡ്രോമിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഹൈ ബി പിയുടെ പ്രോബ്ലം ഉണ്ട് എന്ന് ആദ്യമേ പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ ഡോക്ടർ ക്യാൻ സ്റ്റാർട്ട് തിങ്ക്, അനലൈസ് ആൻഡ് ട്രീറ്റ് ഇൻ ദാറ്റ് ലെവൽ എന്നാണ് പറയുന്നത്. അണ്ടർസ്റ്റാൻഡ് ദ വാർണിംഗ് സൈൻസ് ആൻഡ് ഡോണ്ട് ഡിലേ റിപ്പോർട്ടിംഗ് ദം ടു യുവർ ഹെൽത്ത് കെയർ പ്രൊവൈഡർ. ഹെൽത്ത് കെയർ പ്രൊവൈഡർ എന്ന് പറയുന്നതെല്ലാം ഡോക്ടേഴ്സിനാണ്. ഇൻക്ലൂഡിങ് ട്രസ്റ്റിംഗ് യുവർ സെൽഫ് വിത്ത് സംതിങ് just doesn't feel right. അങ്ങനെ വിട്ടുകളയല്ലേ. ടോക്ക് ടു യുവർ മെഡിക്കൽ പ്രൊഫഷണൽ അബൌട്ട് ആസ്പിറിൻ. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇവിടെ BP കുറയ്ക്കാനും ഈ ബ്ലഡ് ക്ലോട്ടിങ്ങിൻ്റെ പ്രോബ്ലം വരാതിരിക്കാനാണ്. പ്രീ എക്ലാംസിയ കണ്ടീഷനിൽ മാത്രമാണ് ആസ്പിരിൻ പറയുന്നത്. എക്ലാംസിയ ആയിക്കഴിഞ്ഞാൽ ആസ്പിരിൻ നോട്ട് അല്ലെങ്കിൽ ഇക്കോസ്പിരിൻ, ആ ഫാമിലിയാണ് ആസ്പിരിൻ ഫാമിലി. അപ്പോൾ അങ്ങോട്ട് പോകുന്നത് പ്രീ എക്ലാംസിയ സ്റ്റേറ്റിൽ aspirin considerable to reduce risk of preeclampsia, which in turn may reduce risk of developing HELLP syndrome. Women with a history of HELLP syndrome are at increased risk of all forms of preeclampsia in subsequent pregnancies even. The rate of preeclampsia in subsequent pregnancies range from 10 to 52%, 60 to 52%. If on onset of HELLP syndrome was in the second trimester. ഈ ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ 9 മാസ പ്രഗ്നൻസിനെ 3 ഡിവൈഡ് ചെയ്ത് ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ, തേർഡ് ട്രൈമസ്റ്റർ എന്നാണ് ഡിക്ലെയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഇറ്റ് വിൽ സ്റ്റാർട്ട് ഇൻ ദ സെക്കൻഡ് ട്രൈമസ്റ്റർ. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ് 20 ആഴ്ച കഴിഞ്ഞാൽ ദിസ് പ്രോബ്ലം മേ ഷോ ദ സിംറ്റംസ് ഔട്ട്സൈഡ്. അപ്പം അങ്ങനത്തെ
ഒരു സിംറ്റം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ട്രൈമസ്റ്ററിലാണ് വരുന്നത്. 5-ാമത്തെ മാസം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ട്രൈമസ്റ്റർ ആണ്. ആദ്യത്തെ 3 മാസം കഴിഞ്ഞാൽ സെക്കൻഡ് ട്രൈമസ്റ്റർ സ്റ്റാർട്ട് ആവും. അതുകൊണ്ടാണ് സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് അവർ അമേരിക്കൻ ഭാഷയിൽ പറഞ്ഞിരിക്കുകയാണ്. ഇഫ് ദ പേഷ്യൻ്റ് ഹാസ് ക്രോണിക് ഹൈപ്പർ ടെൻഷൻ, അപ്പോഴും ഇത് സംഭവിക്കാം, ഹെൽപ്പ് വരാം. HELLP. The rate of recurrent health syndrome ranges from 2 to 19% depending upon the patient population studied. ഇതെല്ലാം ഇവിടെ എല്ലാ വെസ്റ്റേൺ കൺട്രീസിൻ്റെ റിപ്പോർട്ടാണ്. റീഡ് മോർ അബൌട്ട് വാട്ട് യു ക്യാൻ എന്നാണ് പറയുന്നത്. ഓക്കെ, then let us be aware and prevent such HELLP and lead to happy delivery of newborn in our family or in the local area and the society. This is an important area. I just wanted to touch. You may ask some queries. ഞാൻ 100% പറഞ്ഞു തരാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. I have come across this case. ഞാനൊരു ലൈവ് കേസാണ് പറഞ്ഞത്. ലൈവ് കേസ് സ്റ്റിൽ നോട്ട് ഔട്ട് ഓഫ് SAT, ശ്രീ അവിറ്റം തിരുനാൾ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം. അതിനൊന്നും ഇപ്പോഴും ഔട്ടായിട്ടില്ല. SATയിലെ ഇതിൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ, ഫേമസ് പ്രൈവറ്റ് ഹോസ്പിറ്റലിലായിരുന്നു. അപ്പം 7.5 മാസം കഴിഞ്ഞപ്പോൾ ഈ കൊച്ചിന് ബ്ലഡ് വോമിറ്റിംഗ് തുടങ്ങി. ആദ്യം ബ്ലഡ് വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. അവർക്ക് ഒരു അൺഈസിനെസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അവരുടെ ബോഡി അൺറെസ്റ്റ് പറഞ്ഞിരുന്നു. ഇങ്ങനത്തെ എല്ലാ സിംറ്റംസും റിപ്പോർട്ട് ചെയ്തിട്ടും ഇവർ ഇക്കോസ്പിരിൻ മാത്രം കൊടുത്തിട്ട് വീട്ടിലോട്ട് വിടുമായിരുന്നു. ദെൻ ഷീ വോമിറ്റഡ് ബ്ലഡ്. ഷീ സ്റ്റാർട്ടഡ് ഹാവിങ് almost temporary loss of vision. ആ കണ്ടീഷനിൽ കൊണ്ട് once again അഡ്മിറ്റ് ചെയ്തപ്പോൾ again 2 days she was treating. The treating doctor was continuously treating her. അങ്ങനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ she had shown the symptom of eclampsia, means seizure വന്നു. അപ്പോൾ seizure വന്നപ്പോൾ മനസ്സിലായി that she could not control or she could not save the kid rightly എന്ന് പറഞ്ഞു. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. ദെൻ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ ഇവർ മെഡിക്കൽ കോളേജിൽ വിളിച്ചു പറഞ്ഞ് അടുത്ത സമയം തന്നെ ഈ ട്രാവലിംഗ് ഡിസ്റ്റൻസ് വാസ് അറൗണ്ട് 6 to 7 minutes ഉള്ളൂ, വലിയ ദൂരമൊന്നുമില്ല. അപ്പോൾ ആ 7 minutes മുമ്പ് തന്നെ we should really appreciate മെഡിക്കൽ കോളേജ് മെഡിക്കൽ പ്രൊഫഷണൽസ്. ഈ ആംബുലൻസ് അവിടെ എത്തുന്നതിന് മുമ്പ് they made ഓപ്പറേഷൻ തിയേറ്റർ വെരി റെഡി. സ്ട്രൈറ്റ് ആംബുലൻസിലിരുന്ന് താഴെ സ്ട്രെച്ചർ വലിച്ചുകൊണ്ട് ഓട്ടിക്കകത്താണ് ചെയ്ത്. ഫ്രം ദർ 8th or 9th minute they have come out with a healthy baby, saying that the baby is dissected and taken out എന്ന് പറഞ്ഞു. ബട്ട് അപ്പോഴും once again the seizure വന്നു. അതിലാണ് we were to lose the girl. പ്രോബ്ലം ആയിരുന്നു. then they shifted to MD ICU. 29 ഏപ്രിൽ തൊട്ട് 22 May അല്ല 15 May വരെ whether she will come back as alive or not എന്നാണ് എല്ലാ ആൾക്കാരും എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത്, ഇൻക്ലൂഡിങ് ഡോക്ടേഴ്സ്, ട്രീറ്റിംഗ് ഡോക്ടേഴ്സ്, റിലേറ്റീവ്സ്, എല്ലാവർക്കും ഉള്ള ഒരു ഹെവിയസ്റ്റ് ആങ്സൈറ്റി. ബട്ട് മെഡിക്കൽ കോളേജ് ഒരു റെയർ ഒക്കേഷൻ ടു ഹാവ് എ റൈറ്റ് കേസ് സ്റ്റഡി എന്ന് പറഞ്ഞിട്ടാണ് അവർ ഇതിനെ ട്രീറ്റ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ റീസെൻ്റ്ലി വിത്ത് 1 to 1.5 years അവർ HELLPയുടെ കേസുകൾ ഒന്നും കണ്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പം എവരിബഡി ആർ മോർ എൻതൂസിയാസ്റ്റിക് ടു റൈറ്റ് എ കേസ്. അവർക്ക് ജേർണലിലൊക്കെ എല്ലാം ഒരുപാട് പഠിക്കാം, ഒരുപാട് ചെയ്യാമെന്ന് പറഞ്ഞാൽ അവർ റിയലി വി ഷുഡ് എക്സ്ട്രാർഡിനറിലി അപ്രീഷിയേറ്റ് ദ മെഡിക്കൽ പ്രൊഫഷണൽസ്. അവർ എത്ര അറ്റ്മോസ്റ്റ് കെയർ എടുത്ത് they could bring her back, but only thing her right hand side is totally now paralyzed. Speech is not there. Then she could not have food through mouth. അങ്ങനെ കുറേ കോംപ്ലിക്കേഷൻസ് ഇപ്പോഴും സ്റ്റിൽ പ്രിവെയിൽസ്. ഞാൻ ഇത്രയും കണ്ടീഷൻസ് ഈ 5-6 മാസങ്ങളിലൊക്കെ മനസ്സിലാക്കിയിട്ടും ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ദീസ് ഓൾ സിംറ്റംസ് വളരെ ഈസിയറായിട്ടും സിമ്പിളറായിട്ടും ഗൈനക് ഡോക്ടറിന് മനസ്സിലാകണമല്ലോ. ഗൈനക് ഡോക്ടറിന് മനസ്സിലാകണം, നോർമൽ ഡോക്ടറിന് മനസ്സിലാകണം. ഇതല്ലാതെ കോമണേഴ്സിന് മെയിനായിട്ട് മനസ്സിലാകേണ്ട ഒരു കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കുന്ന ഡോക്ടർ ഇസ് ഇറ്റ് സോ എന്ന് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ദേ വിൽ ഗെറ്റ് ഇമ്മീഡിയറ്റ്ലി അലർട്ടഡ് യെസ്. അല്ലെങ്കിൽ
അവരുടെ രീതിയിൽ പല കൺവിൻസിങ് വേർഡുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളെപ്പോഴും ഡോക്ടേഴ്സ് ആർ ദ അൽമൈറ്റീസ് ആർ ഗോഡ്സ് എന്നൊക്കെ പറയുന്നത് കൊണ്ട് അവർ പല സമയങ്ങളിലും റിസ്ക് എടുക്കും. റിസ്ക് എടുത്താൽ ഇത് റിസ്കിൽ they are not going to lose anything. We are the persons who are really getting affected. ഇത് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഞാൻ ഇന്നത്തെ ഹോളിസ്റ്റിക് ഹെൽത്തിനെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിരുന്നു. I hope that I have achieved that holistic health as holistic means total social health to be helped. അതിനകത്ത് HELP മാത്രം സാർ വെച്ചതിൻ്റെ റീസൺ ഹൗ ടു ഹെൽപ്പ് അതേഴ്സ് ഫ്രം ദ ഹെൽപ്പ്. HELLP എന്ന ഒരു ആംഗിളിലാണ് the help word has been defined or written. I hope everybody are satisfied. In case if somebody is not, ആരെങ്കിലും പറഞ്ഞു തരിക, നമുക്ക് കുറച്ചുകൂടെ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു സർ, താങ്ക്സ് എ ലോട്ട്. താങ്ക് യു സാർ. തീർച്ചയായിട്ടും നമ്മളുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് നമ്മൾ ഇതുവരെ ഈ പറഞ്ഞ പോലെ പേഴ്സണലൈസേഷൻ്റെ പാർട്ടായിട്ട് നമ്മളത്ര ശ്രദ്ധിച്ചിട്ടില്ല. വ്യക്തിപരമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ഡെഫിനറ്റ്ലി ഇങ്ങനെയുള്ള ചില സിവിയർ കോംപ്ലിക്കേഷൻസ് വരികയും അതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും ഇതുപോലത്തെ ഒരു ക്രൈസിസ് ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ സാറ് പറയുന്ന പോലെ ഇത് ഈ റീസൺ ആകാം, പക്ഷേ ഈ പേരിലൊന്നും അല്ലായിരുന്നു നമ്മളത് കേട്ടിരുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യത്യാസം. ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്, പക്ഷേ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പേര് സംതിങ് ന്യൂ, അതാണ് എൻ്റെ അതൊരു എനിക്ക് തോന്നുന്നു മീൻസ് എന്താ പറയുന്നത്, ഒരു മെഡിക്കൽ ടേംസിൽ പറയുമ്പോൾ മറ്റേ നമ്മൾ പറയും ഗർഭകാലത്തുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, ഈ സീഷർ എന്നൊക്കെ പറയുന്നത് സംഭവിക്കാവുന്നതും സംഭവിച്ചിട്ടുള്ളതുമായ ഒരു കാര്യമാണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു പേര് പുതുമയാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ഹെൽത്തിൻ്റെ തലത്തിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഹെൽപ്പ് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു പാർട്ടാണ്. എനിവേ താങ്ക് യു സാർ. തീർച്ചയായിട്ടും നമുക്ക് അതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ പോകാം. സാർ, ആക്ച്വലി നമ്മൾ കുറച്ചുകൂടെ അവെയർ ആണെങ്കിൽ ഡോക്ടറെ അടുത്ത് റിക്വസ്റ്റ് ചെയ്താൽ സീഷറിന്റെ കണ്ടീഷൻ പോലും എത്തിയില്ല. മീൻസ് പ്രീ എക്ലാംസിയ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ പിടിച്ചു നിർത്താൻ പറ്റും. ആ ഡോക്ടറിന് പറ്റിയില്ലെങ്കിൽ വി ഷുഡ് അപ്രോച്ച് റൈറ്റ് മെഡിക്കൽ പ്രൊഫഷണൽ. ശരിക്കും എസ്കലേറ്റ് ചെയ്യണം. അറിയില്ലെങ്കിൽ അതിനെ നമ്മൾ എസ്കലേറ്റ് ചെയ്ത് അടുത്ത തലത്തിലേക്ക് പോകാനുള്ള ഒരു ഇപ്പം സാർ പറഞ്ഞതിൻ്റെ ഈ പറഞ്ഞ വളരെ നേരത്തെ തന്നെ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം അത് കൃത്യമായിട്ട് മനസ്സിലാക്കി. കാരണം സാധാരണ ഇങ്ങനെയുള്ള വ്യക്തികളിൽ ഉണ്ടാകാത്ത രീതിയിലുള്ള ചില സിംറ്റംസ് അതിൻ്റെ അകത്ത് കണ്ടപ്പോൾ തീർച്ചയായിട്ടും ഒരു കെയർ എടുക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് വരുന്നൊരു പോയിന്റ്. ട്രൂ സർ, ട്രൂ. താങ്ക് യു സർ, താങ്ക് യു. ഓക്കെ, ഉലഹനൻ സർ, പോസ്റ്റ് പാർട്ടം ഡിപ്രഷനെ കുറിച്ചൊക്കെ സാർ വളരെ കൃത്യമായിട്ട് പറയുന്നതാണ്. സാറിൻ്റെ പാർട്ടിൽ നിന്ന് എന്താണ് പറയും? ഇളങ്കോ സർ, സത്യത്തിൽ സാറ് പറയുന്നത് വരെ ഇങ്ങനെ ഒരു അസുഖത്തെക്കുറിച്ചോ ഇങ്ങനെ ഒരു കോംപ്ലിക്കേഷനെ കുറിച്ചോ എനിക്ക് യാതൊരു ധാരണയുണ്ടായിരുന്നില്ല. പോസ്റ്റ് മോർട്ടം ഡിപ്രഷൻ അത് മാരകമായി പല സ്ത്രീകളെ ഉപദ്രവിച്ചിട്ടുണ്ട്. അതുപോലും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സമൂഹം നമുക്കിടയിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ക്ലിനിക്കിൽ വന്ന ആ ലേഡി പറഞ്ഞ കാര്യം ഇതാണ്: എൻ്റെ ഭർത്താവ് എത്രയോ തവണ ഞാൻ ഈ അസുഖത്തിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് അടി കിട്ടിയിട്ടുണ്ട്. കാരണം എൻ്റെ പെരുമാറ്റം മാറിയിരിക്കുന്നു. പിന്നീട് ഡോക്ടേഴ്സ് അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ഇനി ആ സ്ത്രീയെ ഉപദ്രവിക്കരുത്, അവർ ഈ രോഗാവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. അതിൻ്റെ ട്രീറ്റ്മെന്റ് നടത്തി അവർ ഓക്കെ ആയപ്പോഴാണ് ആ മനുഷ്യൻ പൊട്ടിക്കരയുന്നത്. ഇപ്പോ സാറ് ഈ ഒരു അസുഖത്തെക്കുറിച്ച് പറയും, ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സംഭവം സാറ് കൃത്യതയോടെ അത് മനസ്സിലാക്കി ഞങ്ങൾക്ക് പറഞ്ഞു തന്നപ്പോ, ഇനി സാറ് പറയും പോലെ മെഡിക്കൽ ഡോക്ടേഴ്സ് സാർ ഇങ്ങനെ ഒരു സാധ്യതയുണ്ടോ എന്ന് ചെറുതായിട്ടൊന്ന് ചോദിക്കാനുള്ള ധൈര്യമെങ്കിലും നമുക്ക് ഈ ക്ലാസ്സിലൂടെ കിട്ടി എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ഉപകാരപ്രദമായ ഒരവസ്ഥ. സാറ് HELP എന്ന ആ 4 അക്ഷരത്തിൽ അത് കുടുക്കി നിർത്തിയപ്പോ പിന്നീട് അത് എക്സ്റ്റെൻഡ് ചെയ്തതിൽ എല്ലാം കൂടെ ചേർത്തി. ഓക്കെ സർ, താങ്ക് യു സർ. ഇതിൽ പ്രത്യേകം സാബു സാറിന് ഒരു നന്ദി പറയണം. ഈ സമയത്ത് ഇങ്ങനെ ഇളങ്കോ സാറിനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊണ്ടുവരിക എന്ന് പറയണം. ഓക്കെ സർ, താങ്ക് യു വെരി മച്ച് സർ. താങ്ക് യു. താങ്ക് യു സർ. റോയ് സർ. ഇപ്പോ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പ്രസവം എന്ന് പറയുന്നത്
വീട്ടിൽ മതി എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ വേണമെന്ന് പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ ഈ കാര്യങ്ങൾ ഒന്നും ആർക്കും വ്യക്തമാവുകയില്ല. കാരണം ഈ ഹെൽപ്പ് സിൻഡ്രം എന്ന് പറയുന്ന ഭാഗം സാറ് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ധരിച്ചത് എന്ത് MBBS സബ്ജക്റ്റുമായിട്ട് വന്ന സംഭവം സാറ് ഇങ്ങനെ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് എന്ന് എനിക്ക് തോന്നിയത്. പക്ഷേ അതിലേക്ക് വന്നപ്പോഴാണ് അതിൻ്റെ സീരിയസ്നെസ്സും സാധാരണയായി സംഭവിക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലായത്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരെണ്ണമാണ് പബ്ലിക്കിൻ്റെ ഇടയിൽ. പക്ഷെ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും നമ്മളിൽ ഉൾക്കൊണ്ടാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും പറ്റുന്ന ഒരു ഭാഗമാണ് സാറിന് തന്നത്. എനിവേ ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ. അത് തന്നെയല്ല, ഈ പ്രസവവുമായി ബന്ധപ്പെട്ടുള്ള ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ സാധാരണ രീതിയിൽ പറയും ഇങ്ങനെ അമ്മയ്ക്കും കൊച്ചിനും പ്രശ്നമായി എന്ന് പറയാറുണ്ട്. പക്ഷേ ഇതുപോലെയുള്ള പ്രശ്നങ്ങളാണ് അതിന് വിഷയമാകുന്നത് എന്ന് നമുക്ക് പറഞ്ഞു തന്ന സാറിനും അതൊരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റും. ഈ വിവരങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കൺഫ്യൂഷൻസോ സംശയങ്ങളോ എന്തെങ്കിലും കൂടുതൽ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും. സാറേ, ഇത് ശരിക്കും തുടക്കത്തിലേ ഉള്ള ഒരു ശ്രദ്ധക്കുറവിന്റെ ഭാഗമായിട്ട് സംഭവിച്ചാണെന്ന് പറയാം അല്ലേ? ഡോക്ടറിന്റെ സൈഡിൽ നിന്നുള്ള ശ്രദ്ധക്കുറവാണ് സർ. യെസ്. 110%. ഞാൻ അവരെ പ്രഷറൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കേസ് ഫയൽ ചെയ്യണം. ഫയൽ ചെയ്ത് മാത്രമല്ല, യു ഷുഡ് പബ്ലിഷ് ഇൻ ന്യൂസ് പേപ്പർ എന്നാണ് പറഞ്ഞത്. വെദർ യു ഗെറ്റ് കോമ്പൻസേഷൻ ഓർ നോട്ട്, യു ഷുഡ് പബ്ലിഷ്. എന്നാൽ 30 days ആയിട്ട് അവിടെ ഒരു 5 members മിനിമം രാവിലും രാത്രിയും. ഞാനൊരു 2 nights ഫുൾ നൈറ്റ് ഉണ്ടായിരുന്നു. എനിക്കവിടെ സഹിക്കാൻ പറ്റില്ല. മീൻസ് കാറിൽ ഇരുന്നിട്ട് പോലും കൊതുകടിയും അത് ഇതും. ദെൻ ഞാൻ ഒരു 1/2 കിലോമീറ്ററിന് അങ്ങപ്പുറത്ത് ചുറ്റിയിട്ട് വേറെ സ്ഥലത്ത് കൊണ്ട് നിർത്തും. അത് കഴിഞ്ഞ് വേറൊരു സ്ഥലത്ത് വരും. ഇങ്ങനത്തെ ഭയങ്കര പ്രോബ്ലം ആയിരുന്നു. അപ്പം അവർ ഈ 30 days എങ്ങനെ സഹിക്കുന്നു? നൈറ്റും ഡേയും ഇതും. അത് മാത്രമല്ല, പല കണ്ടീഷൻസ് അവർ പെട്ടെന്ന് അത് വാങ്ങിച്ചോ ഇത് വാങ്ങിച്ചോണ്ടോ എന്ന് പറയുന്നതിനൊക്കെ ഇവർ ഓടുന്നതും. ഇറ്റ്സ് റിയലി വെരി പാത്തറ്റിക് സർ. ഈ കണ്ടീഷന് ആ ഡോക്ടറിന്റെ ഒരു ജസ്റ്റ് നെഗ്ലിജൻസ് ആണ്. അവർ റൈറ്റ് ഗൈനക്കോളജി ഡോക്ടർ ആണെങ്കിൽ അവർക്ക് മനസ്സിലായിരിക്കണം ഷീസ് ആൾമോസ്റ്റ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് പ്രീ എക്ലാംസിയ എന്ന്. അങ്ങനെ ആകുമ്പോൾ പറ്റത്തില്ലെങ്കിൽ ഷി വുഡ് ട്രാൻസ്ഫർ ടു ദ റൈറ്റ് ഹോസ്പിറ്റൽ ആർ റൈറ്റ് പ്രൊഫഷണൽസ്. അപ്പൊ ഇത്ര ഒന്നും സംഭവിക്കില്ലായിരുന്നു. ഒത്തിരി ഇതുപോലെ കേട്ടിട്ടുണ്ട്. പ്രസവത്തോടൊപ്പം ബ്ലീഡിങ് നിൽക്കാതെ വന്നു, അങ്ങനെ ആണ് പെട്ടുപോയതെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട് സാധാരണ. സാർ, ഇതിനകത്ത് ബ്ലീഡിങ് വരും. ബ്ലീഡിങ് ഹെവിയർ ആയിരിക്കും. എന്താ ആസ്പിരിൻ കഴിച്ചോണ്ടിരിക്കല്ലേ, ഈ കൊച്ചു ആസ്പിരിൻ കഴിച്ചോണ്ടിരിക്കല്ലേ. അപ്പൊ പെട്ടെന്ന് കൺട്രോൾ ഇല്ലാതായി പോകും. ഇതിനും 60 ബോട്ടിലോളം ബ്ലഡ് കൊടുത്തിട്ടുണ്ട്. 60. ചെറിയ കാര്യങ്ങളല്ല. അതാന്ന് പറഞ്ഞല്ലോ സാർ, എല്ലാ കാര്യങ്ങളും എക്സ്ട്രീമിറ്റീസിലായിരുന്നു. അപ്പൊ ഇത്രയും പെട്ടപ്പോഴാണ് എനിക്ക് അതും ഈ ഡോക്ടേഴ്സ് അടുത്ത് ചോദിച്ചിട്ട് ഇത് എന്താന്ന് ചോദിച്ചാൽ ആരും റൈറ്റ്ലി ഒന്നും പറയത്തില്ല സാർ. പക്ഷെ പിന്നെ ഞാൻ ഒരു സ്ഥലത്തിരുന്ന് ലീക്ക് ചെയ്യിപ്പിച്ചു. ലീക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഹെൽപ്പ് എന്ന്. പിന്നെ ഈ ഹെൽപ്പിനാണെന്ന് മാത്രമേ അറിയാവൂ, വേറെ ഒന്നും. അത് ഈ വാക്കാൽ പറഞ്ഞ ഹെൽപ്പാണ്. ഈ ഹെൽപ്പിൽ അങ്ങോട്ടൊന്നുമില്ല. ദെൻ ഐ ഷുഡ് റിയലി അപ്രീഷിയേറ്റ് മൈ കൗണ്ടർ പാർട്ട്. എൻ്റെ മിസ്സസ് ഇത് 2 ദിവസം ഇരുന്ന് കുത്തി കിളച്ച് കണ്ടുപിടിച്ചു. എന്നോടത്ത് പറഞ്ഞു, ഓ ഡിയർ, ഐ ഫൗണ്ട് ഔട്ട് ഇറ്റ് ഇസ് HELLP സിൻഡ്രോം എന്ന്. ദെൻ അതിനുശേഷം ഞാൻ HELLP സിൻഡ്രോമിനെ കുറിച്ച് ഒരാഴ്ച ഇരുന്ന് ഫുള്ളും കിളച്ചപ്പോഴാണ് മനസ്സിലാകുന്നത്. എനി ഡോക്ടർ ഈസ് സപ്പോസ് ടു നോ ഈസിലി. അവർ ഗൈനക്കോളജി പഠിക്കുവാണെങ്കിൽ പ്രീ എക്ലാംസിയ സ്റ്റേറ്റ് 100% മനസ്സിലായിരിക്കണം. അത് മനസ്സിലാക്കിയിട്ടും അവർ വളരെ സിമ്പിളറായിട്ട് എടുത്തു. അപ്പോൾ അപ്പോഴാണ് ഞാൻ വിചാരിച്ച് ദിസ് ഷുഡ് ബി ടോൾഡ് ദ സൊസൈറ്റി. എല്ലാവരും റോയ് സാറെ പോലെയും ഉലകണ്ണൻ സാറെ പോലെയും അല്ലെങ്കിൽ സാബു സാറെ പോലെയും ആൾക്കാരുടെ അടുത്ത് പറഞ്ഞാൽ ഇവരെല്ലാം നാട്ടുകാരുടെ അടുത്ത് പിന്നെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പറഞ്ഞ് നമ്മളെല്ലാം അവരുമാണെങ്കിൽ ഡോക്ടർ നമ്മളെ പറ്റിക്കാൻ പറ്റത്തില്ല. അല്ല, അവർക്കൊരു ഇത് കൊടുക്കാം, സിഗ്നൽ വാർണിംഗ് കൊടുക്കാം. അതെ,
ഞാൻ എൻ്റെ ഒരു സിസ്റ്റർ ഇതുപോലെ ഹോസ്പിറ്റലിൽ, പക്ഷെ അത് റീസൺ ഇതാണോ എന്ന് അറിയത്തില്ല, പക്ഷെ അത് ഒരു ട്വിൻസ് ആയിരുന്നു. അപ്പോൾ ആ ഓക്കെ. ട്വിൻസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഏകദേശം മാസങ്ങളോളം ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്ത്, അഡ്വാൻസ് ആയിട്ട് അഡ്മിറ്റ് ചെയ്ത്, പക്ഷേ അതിൽ ഒരാൾ ഡെഡായിപ്പോയി. ഇത് അവർക്ക് അറിയാമെങ്കിൽ പോലും അതിന് വേണ്ട പ്രിക്കോഷൻസ് ചെയ്യാതെ ഡെലിവറി ടൈമിൽ രണ്ടും കൂടെ ഡെലിവറി ആയി ഭയങ്കര കോംപ്ലിക്കേഷൻ ആയിപ്പോയി. പക്ഷെ അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സിഷറിലേക്കൊന്നും പോയിട്ടില്ല. പക്ഷേ ഈ ആൾക്ക് അറിയാമായിരുന്നു അകത്ത് ഈ കുഞ്ഞ് ഡെഡ് ആണെന്ന്. പക്ഷെ അവർ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടും അത് അംഗീകരിക്കാൻ പറ്റാതെ അവസ്ഥ വന്ന കുട്ടി പോയി. പക്ഷെ അത് വലിയ ക്രിട്ടിക്കലായി പോയി, കാരണം ഇൻഫെക്ഷൻ ഒക്കെ വന്നു. പക്ഷെ എന്നാലും സർവൈവ് ചെയ്ത് പോകും. ഇല്ല, അകത്ത് മീൻസ് അബ്ഡോമനകത്ത് നോൺ ബ്രീത്തിങ് ഫാറ്റസ് ഇരിക്കുവാണെങ്കിൽ സാറ് പറഞ്ഞ കോംപ്ലിക്കേഷൻസ് ഹെവിയറായിട്ട് മാറും. ആ അത് ഫോറിൻ ഓബ്ജക്റ്റ് ആയിട്ട് മാറും. മീൻസ് ഇവരുടെ ഓൺ ബോഡി ആയിട്ട് അല്ല, വേറൊരു ഒബ്ജക്റ്റ് ആയിട്ട് മാറും. ഇതിന് പോലും ഇവർ പറഞ്ഞത് അതാണ്. ഇവർക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പം എക്ലാംസിയയിൽ ഇരുന്നിട്ട് HLLP ഇവർ മനസ്സിലായ അടുത്ത മിനിറ്റ് ഉണ്ടല്ലോ സാർ, വേറെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിച്ചില്ല. ഈ പേഷ്യന്റ് കൊണ്ട് ചെന്ന് സ്ട്രൈറ്റ് പോയില്ല, സ്ട്രൈറ്റ് സിസേഴ്സ് കയറ്റി ഡിസെക്ട് ചെയ്ത് ന്യൂ ബേബീനെ എടുത്താൽ മാത്രമേ ഈ രക്തത്തിന്റെ പ്രഷർ കുറച്ചെങ്കിലും കുറയത്തുള്ളൂ എന്നാണ്. പക്ഷെ ആ കുറയ്ക്കുന്ന സമയത്ത് തന്നെ പ്രഷർ ഒരു പരിധി കൂടുതൽ ചാടിയാലും ഇവർ എടുത്തേ പറ്റത്തുള്ളൂ എന്നാണ് നിന്നത്. അങ്ങനെയാണ് ഒരു ലെവൽ വരെ രക്ഷിച്ചത്. അല്ലെങ്കിൽ രണ്ടുപേരും പോകുന്നു. അതെ അതെ. രണ്ടുപേരും പോകാതിരിക്കാൻ വേണ്ടി ഇവർ ചെയ്തതാണ്. ബട്ട് അതിനിടയ്ക്ക് പ്രഷർ കൂടിയപ്പോൾ ഒരു സീഷർ വന്ന്, അത് ഇല്ലാത്ത കോംപ്ലിക്കേഷൻ ബ്രെയിനിലെല്ലാം വന്ന്. അപ്പോൾ ബ്രെയിനിൻ്റെ മുകളിലെല്ലാം ബ്ലഡ് ബ്ലീഡിങ് ആയിരുന്നു. പിന്നെ മെഡിക്കേഷൻ ഒന്നും കൊടുക്കാൻ പറ്റില്ലാത്ത കണ്ടീഷനും, പറയാൻ ഒരു അവശ നിലയിൽ പ്യൂർലി ഓൺ വെന്റിലേറ്റർ. ക്യാൻ യു ഇമാജിൻ സർ? 15th വരെ, 29th ഏപ്രിൽ തൊട്ട് 15th May വരെ പ്യൂർലി ഓൺ വെന്റിലേറ്റർ. 15 to 20th വരെ പാർഷ്യൽ വെന്റിലേഷൻ കൊടുത്തിരുന്നു. ഇപ്പൊ നോർമൽ ആക്കി എടുത്തോ? ഇപ്പൊ നോർമൽ ആയിട്ടില്ല സർ. ബ്രീത്തിങ് നോർമലായി. വെന്റിലേറ്റർ മാറി. വെന്റിലേറ്റർ മാറിയിരിക്കുന്നു. റൈറ്റ് ഹാൻഡ് സൈഡ് ഫുള്ളും തളർന്നാണ് കിടക്കുന്നത്. റൈറ്റ് ലെഗ്, റൈറ്റ് ഹാൻഡ് എല്ലാം ഒന്നും പൊക്കാനോ എടുക്കാനോ പറ്റത്തില്ല. അത് സ്റ്റിഫുണ്ട്, ലെഗ് സ്റ്റിഫായിരിക്കുന്നതാണ് പറയുന്നത്. കണ്ണ് വർദ്ധനം പറയുകയൊക്കെ ചെയ്യും? ഇല്ല, പ്രസൻസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? അത് മാത്രം ചെറിയതായിട്ട്, മീൻസ് റിലേറ്റീവിനെ കൊണ്ട് ഇത് അച്ഛനാണോ ഇത് അമ്മയാണോ എന്ന് ചോദിച്ചു റെക്കഗ്നൈസ് ചെയ്യുന്നു ഇപ്പോഴും ആഫ്റ്റർ 15th. ബ്രെയിൻ്റെ പ്രോഗ്രാം അത് വന്നു കഴിഞ്ഞാൽ ഇച്ചിരി ഡിലേ ആവും, പതുക്കെ പിന്നെ അത് ഡെവലപ്പ് ചെയ്ത് വരത്തുള്ളൂ. അതാണ് അവർ ഡോക്ടേഴ്സ് 1 to 3 years ആണ് പറഞ്ഞിരിക്കുന്നത് സാർ. അതാണ്. ചിലപ്പം പെട്ടെന്ന് ഡൈനാമിക് ആയിട്ട് വരാം, കാരണം നമ്മൾ നമ്മുടെ കൂടെയുള്ളവരുടെ ആ ആക്ടിവിറ്റി ഒക്കെ ചെയ്ത് വ്യത്യാസം വരാം. യങ്സ്റ്റർ അല്ലേ, പ്രായം കുറഞ്ഞാൽ പെട്ടെന്ന് ചേഞ്ച് വരാം. അതെ വരാം. പക്ഷെ ഇത് ഈ 6, 7, 8 ഈ 3 മാസങ്ങളിലും ഈ കറക്റ്റ് കോംപ്ലിക്കേഷൻ, ഈ കൊച്ചു ബ്ലഡൊക്കെ ഛർദ്ദിക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ അപ്പോൾ പോയപ്പോഴും ഈ ഡോക്ടർ ഐസ് കഴിക്കാനാണ് പറഞ്ഞത്. ത്രോട്ടിൽ എന്താ പറയാ, ബ്ലീഡിങ് വന്ന് കാണും, അല്ല സ്കിൻ കട്ടായി കാണും, ഇന്നർ ടിഷ്യൂ കട്ടായി കാണും എന്ന് പറഞ്ഞ് ഐസിന് ചുമ്മാ കഴിക്കാൻ പറയുന്നു. അല്ല, അതെല്ലാം ഈ പ്രഷർ വേരിയേഷനുമായിട്ട് ബന്ധപ്പെട്ടല്ലേ അതങ്ങനെ വരുന്നത്. നമ്മളെ ബ്ലഡ് നമ്മൾ വൊമിറ്റ് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നർ സൈഡിൽ എവിടെയെങ്കിലും ബ്ലഡിന്റെ ലീക്കേജ് ഉണ്ടായിട്ടുണ്ടെന്നാണല്ലോ. ലീക്കേജ് ഉണ്ടായി. ആ ലീക്കേജ് എന്ന് പറഞ്ഞാൽ BP കൂടുമ്പോഴാണ്. അങ്ങനെ സംഭവിക്കാറുണ്ട്. അതിനെ പറഞ്ഞു ഡോക്ടർ പഠിപ്പിച്ചു കൊടുത്തതാണ്. ഇതിനിടയ്ക്ക് നല്ലൊരു സീനിയർ ഡോക്ടറാണ്. റഫ്ലി ഷീ ഈസ് 50 years old. ആക്ച്വലി ഒരു 75-80 years old ഒരു ഡോക്ടറുടെ ഹോസ്പിറ്റലാണ്. അവരുടെ പേരിലാണ് ഹോസ്പിറ്റൽ ഫേമസ് ആയത്. ബട്ട് ഷീ ഈസ് നോട്ട് അറ്റൻഡിങ് നവഡേസ് ബിക്കോസ് ഓഫ് ഏജ് റിലേറ്റഡ് തിങ്സ്. ബട്ട് മറ്റൊരു കൈകാര്യം ചെയ്ത് ഇങ്ങനെ മോശമായിപ്പോയി. ഓക്കെ, എന്തായാലും പുതിയൊരു അറിവാണ്, നമുക്കത് ഷെയർ ചെയ്യാം. ഓക്കെ, ജോർജ് സാർ എന്തെങ്കിലും ഉണ്ടോ? മാത്യു സാർ? അപ്പം രഘു സാർ, താങ്ക് യു വെരി മച്ച്.
ഓക്കെ സർ, താങ്ക്സ് പുതിയ ലോട്ട്. ഒരു ഇൻഫർമേഷൻ. എനിക്കൊരു അവസരം തന്നതിൽ എനിക്കൊരു ചെറിയ സന്തോഷമുണ്ട്. കുറച്ചു പേർക്കെങ്കിലും ഇങ്ങനത്തെ നല്ല കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത് പറഞ്ഞു കൊടുക്കാൻ പറ്റിയല്ലോ എന്ന്. താങ്ക് യു എവറിബഡി. താങ്ക്സ് ലോട്ട്. ബൈ സർ. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. ഓക്കെ, സി യു ആൻഡ് ഗുഡ് നൈറ്റ്.